ഹലോ, എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഇപ്പോൾ കുറേ നാളത്തിന് ശേഷം ഒരു 3 ആഴ്ച എന്തോ ആയി ഞാൻ വ്ളോഗ് ഇട്ടിട്ട്, ഷോർട്ട് വീഡിയോ ഇടലുണ്ട്. 3 ആഴ്ചക്ക് ശേഷം വിഷുവിൻ്റെ വ്ളോഗ് എന്തോ ലാസ്റ്റായിട്ട് ഇട്ടത്. അതിന് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വരുന്നത്. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇടാൻ ടൈം കിട്ടുന്നില്ല. എന്താ വെച്ചാൽ എഡിറ്റ് ആക്കാൻ ടൈം കിട്ടുന്നില്ല, ഇടാൻ ടൈം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ. അപ്പോൾ ഇത് ഒരു വ്യാഴാഴ്ച രാത്രി ഷോപ്പൊക്കെ അടിച്ച് വന്നിട്ടൊരു 12 മണിക്ക് അങ്ങ് ഫുഡ് ഉണ്ടാക്കുന്നത്. കലത്തപ്പം അരി അരച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായി ഞാൻ. അപ്പോൾ വന്നിട്ട് കലത്തപ്പം കൂട്ടി. പിന്നെ ഫ്രൈഡേ വ്ളോഗ്, വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ആകുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ. പിന്നെ രാത്രി പിന്നെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതും കൂടി ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻക്ലൂഡാക്കി. അപ്പം ഞാൻ കലത്തപ്പവും ദോശയെല്ലാം ചൂടുമ്പോൾ സൈഡ് സൈഡ് ചിക്കനൊക്കെ പെരക്കി വെക്കുന്നുണ്ടായി. അതായത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായി. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ച്. ഞങ്ങൾ 3 ആളുണ്ട്. ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ശരിച്ചാൽ പൊതുവെ എല്ലാ കാര്യത്തിനും ഹെൽപ്പാക്കലുണ്ട്. അതുപോലെ ഹെൽപ്പാക്കി. കാരണം സമയം 12 മണിയെല്ലാം ആയിന്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണ്ടേ. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായി, ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായി. അത് മീൻസ് ഉച്ചക്കല്ല, സോറി, വൈകിട്ട് സ്കൂൾ വിട്ട് വന്നിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഷോപ്പിലേക്ക് പോയത്. പിന്നെ പോയി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ദോശയും പിന്നെ കലത്തപ്പം. ദോശ രാവിലേക്കും ആയി എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നത്. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല, ഞാൻ രാവിലെ എണീക്കല്ല. ശരിച്ച രാവിലെ പോവും. ശരിച്ച പോകുന്നത് പോലും ഞാൻ അറിയില്ല. വെള്ളിയും ശനിയും സ്കൂളില്ലാത്ത ദിവസം. സ്കൂളുള്ള ദിവസം ഞാനാണ് രാവിലെ എണീച്ച് പോകുന്നത്. ഞാൻ പോകുമ്പോൾ ശരിച്ച നന്നായി ഉറങ്ങുന്നുണ്ടാവും. ശരിച്ചാക്കൊരു 8:30 മണിക്ക് എണീച്ചാൽ മതി. 9:10 പോയാൽ മതി. എനിക്ക് 6:40 എന്ന സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ സാമ്പാറും ദോശയും മുട്ടയും. ഞാൻ കുറച്ച് ദിവസമായിട്ട് എഗ്ഗ് കഴിക്കുന്നതായതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നിട്ട് എഗ്ഗ് പോകുന്നില്ല. അപ്പോൾ ഞാൻ സാമ്പാറിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കാം. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. രാവിലെ എണീച്ചപാട് തുടങ്ങിയിട്ടാണ് ഒന്ന് ക്ലീനൊക്കെ ആക്കി ഇതാക്കിയിട്ടായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അടുത്ത്. അപ്പോൾ റൂമെല്ലാം ഒന്ന് അലങ്കോലമായി കിടക്കുന്നുണ്ടായ ചിലവർക്ക് ക്ലീൻ ആക്കല്ലേ. അങ്ങനെ ഞാൻ അതിൻ്റെ പണിക്ക് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ ഒരിക്കൽ യൂസാക്കിയ എണ്ണ തന്നെ രണ്ടാമത് യൂസാക്കിയത്. ഞാൻ ഒരിക്കൽ പഴംപൊരി എന്തുണ്ടാക്കിയ ഓയിൽ തന്നെ ഞാൻ മീൻ ഫ്രൈ ആക്കിയിട്ട് പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ഫുള്ളിങ്ങനെ നിര വന്നു. എന്താണെന്നറിയില്ല. ഇടയ്ക്കൊരിക്കൽ നാട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ എണ്ണ മാറ്റിയിട്ടാകുമ്പോൾ നേരായി. എണ്ണ മാറ്റിയിട്ടാകുമ്പോൾ നേരായിട്ടാ. ഇത് ഞാൻ രണ്ടാമത് വേറെ പാത്രം എടുത്തിട്ട് ഇത് തേങ്ങെണ്ണ കോക്കനട്ട് ഓയിലിൽ ഞാൻ പൊരിച്ചെടുത്തു. എന്നിട്ടും ഇങ്ങനെ നേരെ വരുന്നുണ്ട്. പത നമ്മൾ നേരെ എന്ന് പറയും, പത വരുന്നുണ്ടായി. അതെന്തെന്ന് എനിക്കറിയാലോ. എണ്ണ ചേഞ്ചാക്കി, ചട്ടി ചേഞ്ചാക്കി, എന്നിട്ടും നോ റിസൾട്ട്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതേ ഓയിൽ ചട്ടിക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, പിന്നെ കുറച്ച് മറ്റേ എന്ത് പറയുന്നത്, ഒരു ആണി പോലത്തെ സാധനമല്ലേ അത്, പിന്നെ കുരുമുളക് പൊടി, ഒരു 5-6 കുരുമുളക്, കുരുമുളക് ഇത്രയിട്ട് പച്ചമുളകെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടായിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഉള്ളി നല്ലോണം ചുരുണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് അത് കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി പൊടി, പിന്നെ മീൻ മസാല എല്ലാം ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടായിട്ട് മറ്റേ മല്ലിച്ചപ്പിട്ട് അതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞല്ലേ, സോറി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മസാല മാറ്റി വെച്ച്. മസാലയ്ക്ക് ഞാൻ മീൻ ഫ്രൈ ആക്കി വെച്ച് ഇട്ടിട്ടാണ്. മീൻ പൊടിഞ്ഞു പോകാനായിട്ട് അതിനെ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായി. മീൻ ഫ്രൈ ആക്കിയിട്ട് മസാലനെ വേറെ തന്നെ മാറ്റി വെച്ച്. അത് കഴിഞ്ഞിട്ടായിട്ട് വേറൊരു ചട്ടിയിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കിസ്മിസ്, അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല അങ്ങനെ എന്തോ അതൊന്ന് വറുത്തെടുത്ത്. എനിക്ക് ബിരിയാണിയിൽ നെയ്ച്ചോറ് തീരെ ഇഷ്ടമല്ല. ബിരിയാണി, നെയ്ച്ചോറ്, പായസത്തിലൊന്നും തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ മുന്തിരി. അണ്ടിപ്പരിപ്പ് ഇഷ്ടം, അണ്ടിപ്പരിപ്പ് എത്ര കിട്ടാൻ കഴിക്കും. മുന്തിരി ഇഷ്ടമല്ല. എന്നെപ്പോലെ മുന്തിരി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ കുഴപ്പമില്ല, ഓരോരോ വീഡിയോ 1K 2K എല്ലാം പോകുന്നത്, ഓരോന്ന് 500 200, എന്നാലും കമൻ്റ് ഇല്ല. നമുക്കത് ബേജാറാണ്. കമൻ്റ് ഇട്ടെങ്കിൽ എന്തേ, കമൻ്റ് ഇടൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ജസ്റ്റ് ഇത് ഫ്രൈ ഇങ്ങനെ ബിരിയാണിക്ക് അമ്മ ദമ്മിടുമ്പോഴേക്ക് ഒരു ഫ്രൈ ആക്കി ഒനിയൻ ഇടല്ലേ,
അതിന് വേണ്ടിയിട്ട് ഉള്ള ഉള്ളി അത് ഫ്രൈ ആക്കി എടുത്തിട്ടായിട്ട് അതേ ഇതിൽക്ക് പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പിന്നെ ഒരു ചെറിയൊരു ഉള്ളി ചെറുത്, വലുതിൻ്റെ പകുതി അത്ര ഉള്ളി എടുത്തിട്ടൊന്ന് വഴറ്റിയിട്ടായിട്ട് അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ ഇതായിട്ട് കിട്ടുമല്ലോ. പിന്നെ അതിലേക്ക് കുറച്ച് വിനീഗർ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവും. നല്ല ചോറ് നല്ല ഉതിരുതിരാ കിട്ടും. ഞാൻ ഫസ്റ്റ് ഒന്ന് ഒഴിച്ചോണ്ടായിട്ടാ എനിക്കെന്തോ അത്ര ശരിയായിക്കൊണ്ടായിട്ടാ. പിന്നെ ഞാൻ 2-3 വട്ടം ശരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ആവശ്യം ഒഴിക്കുന്നത് കണ്ടപ്പോൾ ഒഴിച്ച് നോക്കിയപ്പോൾ ചോറ് നല്ല ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ പിന്നെ ഞാനും അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് നല്ലതെല്ലാം തോന്നുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യും. വിചാരിച്ചാൽ കണ്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ, മീൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ, പിന്നെ നെയ്ച്ചോറ്, ബിരിയാണിക്ക് എല്ലാത്തിനും വിനീഗർ, സിർക്ക യൂസ് ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അരിയെല്ലാം ഇട്ടിട്ട് ജീരകശാല റൈസ് അതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് അങ്ങനെ ഒരു 5-6 മിനിറ്റിൽ അത് റെഡിയാവും. അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ മസാല ഉണ്ടാക്കിയ പാത്രമില്ല, അതിൻ്റെ അടിയിൽ മസാല ഉണ്ട്, അതിൻ്റെ മുകളിൽ ചോറിട്ട് ദമ്മിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ ഫ്രൈ ആക്കി വെച്ച ഫിഷും വെച്ചിട്ട് അടച്ച് വെച്ചൊരു വലിയ തീയിൽ അറിയാണ്ട് ഞാനൊരു 2 മിനിറ്റ് വെച്ചിട്ടുണ്ടായി. പക്ഷേ അടിക്കൊന്ന് പിടിച്ചിട്ട് എന്തോ കുളമായിട്ടൊന്നുമില്ല. ബിരിയാണി സൂപ്പറായിട്ട് കിട്ടീന്. അങ്ങനൊരു നമ്മളെ ആവി ഇങ്ങനെ മേലോട്ട് വരുന്നത് വരെ ഞാൻ ദമ്മ് കയറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഫ്രഷ് എല്ലായി വരാനായ സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. ചിക്കൻ ഫ്രൈയും അങ്ങനെ തന്നെ എണ്ണയ്ക്ക് ഓയിലിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാനത് ഫസ്റ്റ് യൂസാക്കിയ ഓയിലും അതിൻ്റെ കൂടെ വേറൊരു ഓയിലും മിക്സാക്കി. അപ്പോൾ അങ്ങനെ വന്നതായിരിക്കാനാണ് ചാൻസ്. അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ആക്കി വെച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മറ്റേ കട്ട്ലേറ്റും കിഴങ്ങ് കഴിച്ചതും കിഴങ്ങ് ബോണ്ടിന്ന് അങ്ങനെ എന്തോ പറയുന്നില്ലേ, അതുണ്ടാക്കാൻ വിചാരിച്ചു. ബട്ടട്ട ഞാൻ ഇതാക്കി വെച്ചു, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ മോശമില്ല. മീനായിരുന്നു നല്ല പാങ്ങണ്ടേ. ചിക്കൻ ഫ്രൈ പാങ്ങലുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ചിക്കനും ഫിഷും. ഇപ്പം എന്താണെന്നറിയില്ല, കുറച്ച് ഒരു 1.5-2 വർഷമായിട്ട് ഞാൻ സീ ഫുഡിലോട്ട് നീങ്ങിയിട്ടുണ്ട്. സീ ഫുഡ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് മീനെല്ലാം മാറ്റിയിട്ടായിട്ട് ചോറിന് റൈസിനെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയതാണ്ടേ ഫൈനൽ ലുക്ക്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മസാല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല, അവനും ഇഷ്ടമല്ല. ഞങ്ങൾ 3 ആളുണ്ടായിരുന്നില്ലേ, എനിക്കും കൂടുതലായി ഇഷ്ടമല്ല. ശരിച്ചാക്ക് പിന്നെ തീരെ ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല, അവന് തീരെ ഇഷ്ടമില്ലാത്ത സാധനം ഈ മസാലകൾ. അങ്ങനെ ശരിച്ചല്ല വന്നിട്ട് ഞാൻ ഫുഡ് റെഡിയാക്കി. ഫസ്റ്റ് ഓനക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഓനക്ക് ഉണ്ടാക്കി. എനിക്കിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ മംഗളത്തിൻ്റെ കല്യാണ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യൂലേ, അങ്ങനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ഇട്ട് വന്നപ്പോൾ എന്തൊക്കെയോ കോലായി. പിന്നെ വിചാരിച്ച് ഒരു കപ്പ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ, എന്നിട്ട് അതും കോളായി. പിന്നെ ഞാനിങ്ങനെ തന്നെ ഒന്ന് പോട്ടെ, എന്തായാലും കുഴച്ച് കഴിക്കല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ പിന്നെന്തുണ്ട് വിശേഷം എല്ലാവരുടെയും? നാട്ടിൽ നല്ല ചൂടല്ലേ, മഴയൊക്കെ വന്നെന്ന് കണ്ടിരുന്നു. ഇവിടെ നല്ലൊരു മഴയൊക്കെ വന്ന് പകുതി പേരൊക്കെ പോയി, അങ്ങനെയൊക്കെ ഒരവസ്ഥയിലുണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയായി സേഫായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. ഇത്ര യെല്ലോ കളറ് ചോറിനില്ലാവേ, ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ആക്കുന്ന സമയത്താണ് ഇത്ര യെല്ലോ കളറായിട്ട് കാണുന്നുള്ളത്. അങ്ങനെ നല്ല സ്വസ്ഥമായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കട്ടിലുണ്ടാക്കാൻ വേണ്ടി വന്നു. ചിക്കന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച്. ആദ്യം വിചാരിച്ച് കുക്കറിലുണ്ടാക്കാമെന്ന്, പിന്നെ കുക്കറിൽ വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിൽ തന്നെ ഒക്കെ ഉണ്ടാക്കി. കൈറ്റേക്കാനുള്ള ബനയിൽ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെച്ച്. പിന്നെ ശരിച്ചാക്കൊക്കെ ഇങ്ങനെ മുറിച്ചാണ്. ഇതൊക്കെ ഏതോ ഒരു വീഡിയോത്തിൽ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ബാഡ് കമൻ്റ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവിനെ ശരിച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ നാട്ടിലുള്ള ഉണ്ടായ വീര്യത്തിന് തോന്നുന്നു, ശരിച്ചിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്
ഒരുപാട് ബാഡ് കമൻറ്റ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. നമ്മള് ഹസ്ബൻഡ് സഹായിക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് അങ്ങക്കൊക്കെ ഉള്ളത് എനിക്കറിയത്തില്ല. ശരിച്ചെല്ലാം സഹായിക്കാറുണ്ട്. എനിക്കെല്ലാം മുറിച്ച് തരും, പാത്രം കഴുകി തരും, ഒക്കെ ചെയ്യും. ഇനി ഒരു കുഴപ്പമില്ല. അപ്പോൾ ബാഡ് കമൻറ്റ് എന്താണെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനതാ ഇത് കട്ട്ലറ്റ് വിചാരിച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളി ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയതിന് ശേഷം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കി, അത് കഴിഞ്ഞ് ഞാൻ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടായിട്ടില്ലേ, അത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് ക്രഷൊന്നും ചെയ്തല്ല, നന്നായി അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കണം. മിക്സാക്കണം എന്ന് പറഞ്ഞാൽ നന്നായി മിക്സാക്കണം. ഞാൻ ഫസ്റ്റെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് പിച്ചിലിട്ടോണ്ടായി. പിന്നെ സെർച്ചാൻ്റെ അനിയന് കല്യാണം കഴിച്ച് വന്നിട്ട് അനിയത്തി ഉണ്ടല്ലോ, ഓള് എനിക്ക് പറഞ്ഞു തന്നെ ഇതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കാണ്. അപ്പോൾ പിന്നെ മാറ്റി പിടിച്ച്. അപ്പോൾ ടേസ്റ്റ് ഇതിനാ. അതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഈ ബട്ടട്ട സെരിച്ച ഒന്ന് ഉടച്ച് തന്നിട്ടുണ്ടായി. പിന്നെ ഞാനും ജസ്റ്റ് ഒന്നും കൂടി ഉടച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കാൻ വിചാരിക്കുമ്പോഴാണ് മനസ്സിലായത് പാത്രം തികയുന്നില്ല. സ്ഥിരമായിട്ടുള്ള എൻ്റെ ഒരു ഇതാണ്. ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും 2-3 പാത്രം യൂസ് ചെയ്യും. ആദ്യം ഒന്നിലിടും, അത് തികയില്ല, രണ്ടാമതിടും, തികയില്ല, പിന്നെ മൂന്നാമത് ഓക്കെ. പക്ഷെ ഇത് മൂന്നാമത് ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ പാത്രം തന്നെ ഞാൻ ഒന്ന് വലുതാക്കിയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് മുട്ടയിലൊക്കെ ഒന്ന് ഇതായിട്ട് ഒന്ന് മുക്കിയെടുത്ത് ബ്രെഡ് പൊടിയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ടു. എണ്ണയിലിടുമ്പോഴേക്കാണ് മനസ്സിലായത് കട്ട്ലേറ്റ് ശരിയാവണില്ല എന്ന്. എന്താ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. ആർക്കെങ്കിലും കമൻ്റ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. കട്ട്ലേറ്റ് എത്ര ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ പറഞ്ഞു നമ്മുടെ പൊട്ടാറ്റോ കൂടുതലിട്ടാൽ മതി. പൊട്ടാറ്റോ കൂടുതലിട്ടാലും കുറച്ചിട്ടാലും എൻ്റേത് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് സഹായിക്കണേ. എനിക്ക് അത്ര ഇഷ്ടമാണ് കട്ട്ലേറ്റ്. എത്ര ഉണ്ടാക്കിയാലും അതിങ്ങനെ പൊടിഞ്ഞു പോകും. പക്ഷേ ഇത് അത്ര പൊടിഞ്ഞിട്ടില്ല, വീഡിയോത്തിലും അങ്ങനെ കാണുന്നില്ല, എന്നാലും പൊടിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ ഒരു 5-6 എണ്ണല്ലേ മൊത്തത്തിൽ അങ്ങോട്ട് പോയി, ഒരു പകുതിയും പോയി, അതിൻ്റെ പകുതി ഭാഗം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കി, ഒരടുപ്പിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കി. സെരിച്ച ഉറങ്ങുന്നുണ്ടായി ഈ ടൈമിൽ. സെരിച്ച പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത് സെരിച്ചാർക്ക്. പിന്നെ ഒരു 4 മണിയാകുമ്പോൾ അവർ വരും. അപ്പോൾ അവർ വന്നേ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു രസമില്ലല്ലോ, അവരോട് ഇങ്ങനെ സംസാരിക്കണ്ടേ. എന്നിട്ടും എനിക്ക് സംസാരിക്കാൻ ടൈം ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി. ഇതാണ് കിഴങ്ങ് ഫ്രൈ. പിന്നെ ഇതാ എൻ്റെ ഇത് കട്ട്ലേറ്റ്. ഇത് കുറച്ച് അടിഭാഗം ഇങ്ങനെ കട്ട്ലേറ്റ് നമ്മളിങ്ങനെ വെക്കല്ലേ, അപ്പോൾ അതിന് 2ആയി വരും. അത് അടിയും മുകളും വേറെ വേറെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അവർ വന്നു, ചായയൊക്കെ കുടിച്ചു. പിന്നെ വീഡിയോ കൂടുതലായി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ, അതായത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറെ കൂടെ ഞാൻ കളി കാണാൻ പോയി. കസബിൽ കളി ഉണ്ടായിരുന്നു. മസ്കത്ത് നിന്ന് വന്ന ആൾക്കാരുടെ ഏതോ ഒരു ടീം ഫൈനലിൽ കളി കസബിൽ വെച്ചതാണ്, കസബ് സ്പോർട്സ് ക്ലബ്ബിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇതാണ് നമ്മുടെ സ്പോർട്സ് ക്ലബ്ബ്. സ്കൂളിൻ്റെ പ്രോഗ്രാം നടക്കുന്ന ഇവിടെ തന്നെയാണെന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം നടന്നിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം ആനുവൽ ഡേ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി വെക്കേഷൻ വരുന്നുണ്ട്. ജൂൺ 15-ന് അടച്ചിട്ട് ഓഗസ്റ്റ് 8-നോ അങ്ങനെ എന്തോ തുറക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം സ്പോർട്സും ആർട്സ് ഡേയും അങ്ങനത്തെ കുറേ കലാപരിപാടികളുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് അത് നടന്നത്. കളി വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുട്ബോളും ഒക്കെ എനിക്കിഷ്ടം തന്നെ, കാര്യങ്ങളൊക്കെ അറിയും, ഒക്കെ ചെയ്യും. ഫുട്ബോളാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും. പക്ഷേ ഇതെന്തോ ഒരു ഗുമ്മില്ലായിരുന്നു, കാണാനൊരു തീരെ രസമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂവലും വിളിയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ബോറടിച്ച്. പിന്നെ ഫ്രണ്ട് കുട്ടിയുണ്ട്, അവൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോറടിച്ച്. പിന്നെ ഞങ്ങൾ എണീച്ച് പോയി. പിന്നെ മദീന പോയി. മദീനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടീച്ചറെ കൂടെ, അല്ലെങ്കിൽ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, സെരിച്ചാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, അവരുടെ കൂടെ വരും.
അപ്പോൾ കൂടുതലായി വരെയില്ല, നമ്മൾ ലുലുവിൻ്റെ ആൾക്കാരായതുകൊണ്ട് മദീനയുടെ അത്ര ടച്ചില്ല. പക്ഷെ നല്ല സാധനങ്ങളുണ്ട് ഇവിടെ. എനിക്കിഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ദണ്ട് കിടക്കണ കടുപ്പ് കണ്ടില്ലേ. പക്ഷെ ഇത് ലുലുവിലുണ്ട്, പക്ഷേ ഇതത്ര എനിക്കിഷ്ടപ്പെട്ടതില്ല. ഇതിൽ കുറേ ഐറ്റങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ മദീനയിലൊന്ന് കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ റൂമിലെത്തി. അവരെന്നെ കൊണ്ടുവിട്ടിട്ട് അവരെന്നെ ശരിച്ചാനത്ത് ഷോപ്പിൽ കൊണ്ടുവിട്ടിട്ട് അവർ പോയി. എന്നിട്ട് ഞാനും പിന്നെ ശരിച്ചാനും കൂടെ 12 മണിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ദോശ ഉണ്ടാക്കി, പിന്നെ സാമ്പാറുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കി. അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എനിക്കിങ്ങനെ ചട്ടിയിൽ കഴിക്കാൻ ഇഷ്ടം. ശരിച്ചങ്ങനെ ആ പ്ലേറ്റിലിട്ട് കൊടുത്ത് ഞാൻ ചട്ടിയിൽ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരാളുടെ കൈ വരുന്ന കണ്ടതുകൊണ്ടേ എന്താണെന്നറിയില്ല, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡ് രാത്രി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ള, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ചെയ്യണേ. എനിക്ക് കട്ട്ലേറ്റിൻ്റെ കാര്യം അറിയണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്ന് എന്നെ സഹായിക്കണം.